ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ഉല്ലസിക്കാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സൃഷ്ടിയായി നമ്മുടെ ആയുസ്സിനോട് ഓരോ ദിവസവും കൂട്ടിത്തരുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ കുറവുകളെയൊക്കെയും പരിഹരിക്കുവാൻ പുതിയ അവസരങ്ങൾ ദൈവം ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ ആഴമായ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആർത്തിച്ചെല്ലാം. തനിമയിലേക്ക് എന്ന ഈ പഠനം ദൈവസന്നിധിയിൽ നമ്മെ അതിനായി സജ്ജരാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 51-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. സൃഷ്ടിയെങ്കിൽ ദൈവം മനുഷ്യന് നിർമ്മലമായ ഹൃദയം നൽകി. തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ വാഴുവാൻ അവനെ ആക്കി. എന്നാൽ സാത്താൻ്റെ പ്രലോഭനം എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കി മനുഷ്യരെ വഴിതെറ്റിച്ചു. എന്തായിരുന്നു സാത്താൻ മനുഷ്യരെ വഴിതെറ്റിച്ച ആ തെറ്റിദ്ധാരണ? ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും. അതായിരുന്നു സാത്താൻ്റെ പ്രലോഭനം. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെപ്പോലെ തന്നെയാണ് സൃഷ്ടിച്ചത്. പിന്നെ പുതിയ സൃഷ്ടിയുടെ ആവശ്യം, സാത്താൻ്റെ ഒത്താശയുടെ ആവശ്യം അവിടെ ഇല്ല. പക്ഷേ ഈ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ സാത്താൻ്റെ പ്രലോഭനത്തിൽ വീണുപോയി. തങ്ങൾ ആരാണെന്നുള്ള കാര്യം മറന്നുപോയി. തങ്ങളെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഈ ഭൂമിയുടെ മേൽ ആധിപത്യവും തന്നു. അത് മറന്നുപോയി. എത്ര വേഗമാണ് മനുഷ്യൻ മറക്കുന്നത്. പാപം ചെയ്യാത്ത അവസ്ഥയിലാണ് ഈ സംഭവം. എങ്കിൽ പിന്നെ പാപം ചെയ്ത ശേഷം മനുഷ്യൻ എത്ര കണ്ട് ബലഹീനനായി എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. ഈ നൊയമ്പ് കാലം നമ്മളെ ഒന്ന് പുതുക്കുവാനുള്ള ഒരവസരം. നമ്മൾ ആരാണ്? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ നമ്മുടെ കടമയും നമ്മുടെ ചുമതലയും എന്താണ് എന്നുള്ളത് ഓർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി ഈ സമയം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ മെനയണമേ, എന്നെ പണിയണമേ, പണിതുയർത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആർത്തിച്ചെല്ലാം. ദാവീദിൻ്റെ ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ നാഥാൻ പ്രവാചകൻ ഓർപ്പിക്കുമ്പോൾ മാത്രമാണ് ദാവീദ് അത് ഓർക്കുന്നത്. അതുവരെ സ്വയം നീതീകരണത്തിൽ തൻ്റെ തെറ്റുകൾ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ള മിഥ്യാധാരണയിൽ ദാവീദ് ജീവിച്ചു. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ കുറ്റങ്ങളെ എടുത്തു കാണിച്ചപ്പോൾ ദാവീദ് സ്വന്തം അവസ്ഥയെ മനസ്സിലാക്കി. താൻ എത്ര നീചനാണ്, ദൈവത്തിൽ നിന്നും താൻ എത്ര കണ്ട് അകന്നുപോയി എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഉള്ളിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണം. നീ സൃഷ്ടിച്ച് തന്ന ഹൃദയം അത് തകർന്നു പോയി കർത്താവേ. ഹൃദയം തകർന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവാണല്ലോ. നുറുങ്ങിയ ഹൃദയമുള്ളവരെയാണല്ലോ കർത്താവിന് സ്വീകാര്യമായത്.
നുറുങ്ങിയ ഹൃദയമുള്ളവരെ സുഖപ്പെടുത്തുവാൻ ഇന്നും ദൈവം ജീവിക്കുന്നു. ആ ദൈവം സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്. ആ ദൈവം പ്രത്യാശയോടെ നമ്മെ ഓരോരുത്തരെയും മടങ്ങി വരവിനായി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ആ കാഴ്ച കാണുവാൻ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നു തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്നും നാം എത്രമാത്രം അകന്നുപോയി. ആദ്യ മാതാപിതാക്കൾ അവരാണ് ദൈവത്തിൽ നിന്നും അകന്നുപോയത്. അവർ പാപം ചെയ്ത ശേഷം ദൈവം അവരെ സഖിത്വത്തിനായി ഇറങ്ങി വന്ന് അവരെ വിളിക്കുമ്പോൾ അവരാണ് ദൈവത്തിൽ നിന്നും ഒളിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ഒളിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മൾ പറയാറുണ്ടല്ലോ, ആനയ്ക്ക് കല്ലെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയരുതെന്ന്. എത്രമാത്രം ശക്തനാണ് ആന. ആന ഉപദ്രവകാരിയാണെങ്കിൽ ആയിത്തീർന്നാൽ സകലവും നശിപ്പിക്കും. ആ ആനയ്ക്ക് കല്ലെറിഞ്ഞ് മറയുവാനായിട്ട് മനുഷ്യൻ കാണുന്നത് ഒരു ബലഹീനമായ വാഴയാണ്. എത്രമാത്രം സുരക്ഷിതരാണ്. സ്വന്തം നീതീകരണവും സ്വന്തം ന്യായീകരണവും ഒക്കെ കൊണ്ട് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുൻപാകെ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടവരായി സ്വയം അഭിനയിക്കുകയാണ്. നാം ഹൃദയങ്ങളെ പരിശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപാകെയാകുന്നു നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ഓർക്കാം. എൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങൾ, സുവിശേഷ വേലകളൊക്കെയും ലക്ഷ്യം കാണാതെ പോകുന്നു. ദാവീദ് ഇവിടെ സത്യമായിട്ട് അനുദപിച്ചുകൊണ്ട് പറയുകയാണ്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണം. ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കുമ്പോൾ 51 സങ്കീർത്തനം 12 വാക്യത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയാണിത്. രണ്ട് കാര്യങ്ങളാണ് അപേക്ഷിക്കുന്നത്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരിപാലനത്തിനായി മനസ്സൊരുക്കം എനിക്ക് നൽകണം. ഏത് ശുശ്രൂഷയാണോ എന്നെ ഏൽപ്പിക്കുന്നത്, ഏത് ശുശ്രൂഷയ്ക്കാണോ എന്നെ ദൈവം അഭിഷേകം ചെയ്യുന്നത്, ആ ശുശ്രൂഷയ്ക്കായുള്ള മനസ്സൊരുക്കം എനിക്ക് ലഭിക്കുമ്പോൾ 13 വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. ഈ ഒരു സത്യം നാം പലപ്പോഴും അവഗണിച്ച് കളയുന്നുണ്ട്. സുവിശേഷ വേലയിൽ വ്യാപൃതരാണ്. പക്ഷേ പാപികൾ ദൈവത്തിങ്കിലേക്ക് മനം തിരിയുന്നില്ല. ഇന്ന് നമ്മുടെ തലമുറയിൽ വഷളത്വവും പാപവും പെരുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എവിടെയും ഭീതിയാണ് മനുഷ്യർക്ക്. സ്വന്തം ഭവനത്തിൽ പോലും ഭയത്തോടെയാണ് മനുഷ്യർ കഴിയുന്നത്. മാതാപിതാക്കളെ ഭയം, മക്കളെ ഭയം, സഹോദരങ്ങളെ ഭയം, അയൽക്കാരെ ഭയം, സമാധാനമില്ലാതെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടൊരു തലമുറയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് ഇവയൊക്കെയും നേരെയാക്കുവാൻ നമുക്ക് ആവശ്യമുള്ളത് നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറവുകളെ കാണുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അടുത്തേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം പ്രതീക്ഷിക്കുന്ന ആ ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിനെ തരയണമേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ
എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, നീ ഞാൻ വെറും മണ്ണാണ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട വെറും മണ്ണ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു, മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നു. ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു, ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ നിന്നും മടങ്ങിപ്പോകും. അതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതത്തിൽ നാം എന്തൊക്കെയോ ആരൊക്കെയോ ആണെന്നുള്ള വെറും പൊള്ളയായ ഒരു അഹംഭാവം നമ്മയൊക്കെയും ഭരിക്കുന്നു. അത് സാത്താൻ്റെ പ്രലോഭനത്തിൽ നമുക്ക് ലഭിക്കുന്നതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം ദൈവത്തോട് പറ്റിച്ചേരുവാൻ, ദൈവം നമ്മുടെ സഖിത്വത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒന്നും വേണ്ട, നമ്മളെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ സാത്താന് ഇടം കൊടുക്കാതെ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷയും നമ്മെക്കുറിച്ചുള്ള ആഗ്രഹവും നമ്മെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ദാവീദ് പുത്ര എന്നാണല്ലോ ആളുകൾ കർത്താവിനെ സംബോധന ചെയ്തത്. എന്തുകൊണ്ടാണ് ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്? അതിൻ്റെ പ്രസക്തി ദാവീദിൻ്റെ ഈ അനുതാപമാണ്. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു കർത്താവേ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ആ പാപബോധത്തിൽ നിന്നും എന്നെ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവ് എനിക്ക് എന്നിൽ പുതുക്കി തരണം എന്നുള്ള പ്രാർത്ഥനയോടെ നിമിഷം തോറും ദിവസരതി താഴ്മയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അളകൂടാതെ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടതിനായി ദൈവകൃപ അന്വേഷിക്കാം.